Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. നിലമ്പൂർ കോവിലകത്തുമുറി കാട്ടാനഭീതിയിൽ പ്രദേശവാസി കാട്ടാനകളുടെ മുന്നിൽ നിന്നും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ നോർത്ത് ഡിവിഷൻ ACF അനീഷ സിദ്ദീഖിനെ കണ്ടു. പ്രശ്നത്തിൽ ഇടപെടൽ ഉറപ്പു നൽകി ACF. ആദ്യഘട്ടമെന്ന നിലയിൽ ഇന്നു മുതൽ പനയങ്കോട് വനം സ്റ്റേഷനിലെ വനപാലകരും RRTയും രാത്രികാല പട്രോളിംഗ് ഉൾപ്പെടെ നടത്തുമെന്ന് ACF അനീഷ സിദ്ദീഖ് പറഞ്ഞു. സ്ഥിരമായി കോവിലകത്തുമുറി ഭാഗത്തെ ജനവാസ മേഖലയിൽ കാട്ടാനകൾ എത്തുന്ന സാഹചര്യത്തിൽ കാട്ടാനകളെ കാടുകയറ്റാനുള്ള നടപടി സ്വീകരിക്കും. ജനപ്രതിനിധികളുടെയും വനപാലകരുടെയും നേതൃത്വത്തിൽ യോഗം ചേർന്ന ശേഷം പ്രദേശവാസികളുടെ സഹായത്തോടെയായിരിക്കും കാടുകയറ്റാനുള്ള നടപടി സ്വീകരിക്കുക. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കി മാത്രമേ ഇത്തരം നടപടികൾ സ്വീകരിക്കാൻ കഴിയൂ. കോവിലകത്തുമുറിയിലെ ജനങ്ങളുടെ ആശങ്കയ്ക്ക് പരിഹാരം കാണുന്ന രീതിയിലായിരിക്കും നടപടിയെന്നും ACF അനീഷ സിദ്ദീഖ് പറഞ്ഞു. നിലമ്പൂർ കോവിലകത്തുമുറി ഏരിയയിൽ ആനപ്രശ്നം ഉന്നയിച്ചിരുന്നു. നിലമ്പൂർ റേഞ്ചിലെ പനയങ്കോട് സെക്ഷനിലെ സ്റ്റാഫും RRT ടീമും നിലവിൽ ഈ ഒരാഴ്ച സ്ഥിരമായിട്ട് അവിടെ പെട്രോളിംഗ് നടത്തുകയും ബാക്കി ആനയെ ഡ്രൈവ് ചെയ്യുന്ന കാര്യങ്ങൾ ജനപ്രതിനിധികളുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതാണ്. ജനങ്ങളുടെ സുരക്ഷയും കൂടെ നോക്കിയിട്ടാണ് അത് തീരുമാനിക്കേണ്ടത്. അപ്പം ആദ്യത്തെ ഒരാഴ്ച നമുക്ക് ഡ്രൈവ് ചെയ്ത് RRTയുടെയും കൂടെ നേതൃത്വത്തിൽ ആനയെ ഡ്രൈവ് ചെയ്ത് നോക്കാം. തുടർന്നും പരിഹാരമായില്ലെങ്കിൽ ഇതിനെ ഡ്രൈവ് ചെയ്ത് പുഴയ്ക്കപ്പുറത്തേക്ക് കടത്തുന്ന നടപടി സ്വീകരിക്കുന്നതാണ്. കാട്ടാനഭീതി ACFന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും അനുകൂല നിലപാടാണ് ലഭിച്ചിട്ടുള്ളതെന്നും നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ പറഞ്ഞു. കഴിഞ്ഞ 4-5 ദിവസമായിട്ട് കോവിലകത്തുമുറി ആശുപത്രിക്കുന്ന് മേഖലയിൽ ഇന്ന് രാവിലെയും 2 ആനകൾ വരികയും ആളുകളെ ഓടിക്കുകയും ചെയ്ത അവസ്ഥയിൽ ഞങ്ങളിന്ന് DFOനെ കാണാനാണ് പ്രദേശവാസികൾ വന്നിട്ടുള്ളത്. അപ്പോൾ DFO ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ACF അനീഷ സിദ്ദീഖിനെ കാണുകയും അവരോട് നമ്മളെ കാര്യങ്ങളും നമ്മളെ പ്രശ്നങ്ങളും പറയുകയും ചെയ്തു. എന്തായാലും ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് പോസിറ്റീവായിട്ടുള്ളൊരു സമീപനമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇന്നും നാളെയുമായിട്ട് RRT അവിടെ ക്യാമ്പ് ചെയ്യാനും ഞങ്ങളെ ആവശ്യം എന്ന് പറയുന്നത് അവരെ ഈ ആനകളെ തുരത്തുക എന്നുള്ളതാണ്. ഇവിടുന്ന് തുരത്തി ഡ്രൈവ് നടത്തി നമുക്ക് കാട്ടിലേക്ക് കയറ്റി വിടുക എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യം പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അതിന് കുറച്ച് മുൻകരുതലുകൾ വേണം എന്നുള്ള നിലയ്ക്ക് അവരൊരു മീറ്റിംഗ് കൂടി ഏത് രീതിയിൽ ആ ഡ്രൈവ് നടത്താം എന്നുള്ളത് ആലോചിച്ചിട്ട് അതിനനുസരിച്ച് ചെയ്യാം എന്നുള്ളത് ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും എടക്കോട് വഴി 3000 വനമേഖലയിൽ കൂടി 12000 വനമേഖലയിലേക്ക് ആനകളെ കയറ്റി വിടണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. എന്തായാലും ഞങ്ങൾ ആവശ്യമായിട്ട് മുന്നോട്ട് പോകും. ഫോറസ്റ്റ് ഇന്ന് വന്ന് അനീഷ മേഡമായിട്ടുള്ള സംസാരത്തിൽ നിന്ന് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. എന്തായാലും ജനങ്ങൾ ഇറങ്ങി നടക്കുന്നതും അതുപോലെ തന്നെ അസമയത്ത് കാടിൻ്റെ ഏരിയയിലും അതുപോലെ തന്നെ നമ്മളെ വീട്ടുമുറ്റത്താണെങ്കിലും ഇരിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളൊരു നിർദ്ദേശം ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഈ 2 ദിവസം എന്തായാലും RRT ടീം അംഗങ്ങൾ അവിടെ സജീവമായിട്ട് ഉണ്ടാവും. ഇന്ന് രാവിലെ 7:30 കാട്ടാനയുടെ മുന്നിൽപ്പെട്ടതെന്നും ആനകളുടെ മുന്നിൽ നിന്നും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടതെന്നും ആനകൾക്ക് മുന്നിൽ നിന്നും രക്ഷപ്പെട്ട ഷംഗീത് കോവിലകത്തുമുറി പറഞ്ഞു. ഇന്ന് രാവിലെ നമ്മളെ പുഴയിൽ നിന്ന് ആന കയറി വരുമ്പോൾ നമ്മളൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്താണ് വിളിച്ചു പറഞ്ഞത് ആന കയറി വരുന്നുണ്ട്, അപ്പോൾ താഴത്തുള്ള ആൾക്കാരോട് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ആന കയറി വരുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഫോറസ്റ്റ് ഭാഗത്തു നിന്നാണ് ആന കണ്ടത്. ആന നമ്മളെ കണ്ടോടുകൂടി ആന ചിഹ്നം വിളിച്ച് ആകെ ഒരു ഭീതിജനകമായ സംഭവം സൃഷ്ടിച്ച് ഭാഗ്യം കൊണ്ടാണ് അവിടുന്ന് രക്ഷപ്പെട്ടത്. അത് കഴിഞ്ഞ് ഇന്നലെ മിനിഞ്ഞാന്ന് 2 ദിവസം മുന്നെയാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ശ്മശാനത്ത് ചുറ്റുമതിൽ ആന തകർത്തിട്ടുള്ളത്. ആ ചുറ്റുമതിലിൻ്റെ സൈഡിൽ കൂടിയാണ് ആന ഇപ്പോൾ കയറിയത്. ഇന്നലെ ആന പുഴേൻ്റെ സൈഡിലും ആ പുഴേൻ്റെ ഭാഗത്തുള്ള നമ്മുടെ കുടുംബശ്രീ ചെയർപേഴ്സൻ്റെ വീട്ടിലെ ഭാഗത്തൊക്കെ ആന കയറി വന്നിട്ടുണ്ടായിരുന്നു. ആ ചുറ്റുപാടത്തുള്ള കൃഷിനാശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ചുറ്റുമതിൽ നിർമ്മാണം വേഗം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ ഫെൻസിങ്ങിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമായി ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതും കൂടി ഇപ്പോൾ പെട്ടെന്ന് DFO സംസാരിച്ച് ഉടനടി ചുറ്റുമതിൽ നിർമ്മാണം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അനീഷ മേഡം. ചാലിയാർ പുഴയുടെ തീരത്ത് ആര്യവല്ലിക്കാവ് വനമേഖലയിൽ തമ്പടിച്ചിരിക്കുന്ന കാട്ടാനകളെ എടക്കോട് വനമേഖലയിലൂടെ 3000 വനമേഖലയിൽ കയറ്റിയ ശേഷം വെണ്ണേക്കോട് വനമരത്തിലൂടെ 12000 വനത്തിലേക്ക് കയറ്റാനാണ് വനംവകുപ്പ് ലക്ഷ്യമിടുന്നത്. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.